ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി വാഴപ്പിണ്ടിയും മുതിരയും ചേർന്നൊരു ഉപ്പേരിയാണ്. മണവും രുചിയും കൂട്ടാനായിട്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട്. അത് വഴിയെ പറയാം. വാഴപ്പിണ്ടിക്ക് നിരവധി ഗുണങ്ങളുണ്ട്. ഇതിൽ ധാരാളം നാരുകൾ ഉള്ളതിനാൽ ദഹനം മെച്ചപ്പെടുത്തും. ആദ്യം നമുക്കിതിനെ വട്ടത്തിലൊന്ന് മുറിച്ചെടുക്കാം. അതിനുശേഷം ഇടയ്ക്ക് കാണുന്ന ഈ നാരുകൾ നമുക്ക് പതുക്കെ വിരലുകൾ കൊണ്ട് ചുറ്റിയെടുക്കണം. വാഴപ്പിണ്ടിയിൽ പൊട്ടാസ്യം ധാരാളം അടങ്ങിയതിനാൽ കൊളസ്ട്രോളും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കാൻ ഇത് സഹായിക്കും. ശരീരഭാരം കുറയ്ക്കാനും ഇത് ഉത്തമമാണ്, കാരണം ഇതിൽ വളരെ കുറച്ച് കാലറിയാണ് ഉള്ളത്. വിരലിന് തൊപ്പിയിട്ട് കൊടുത്ത പോലെ ഉണ്ട്. ഇത് നമുക്ക് കളയാം. ഇനി നമുക്ക് ഇതിനെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ ഹീമോഗ്ലോബിൻ കുറവ് എന്ന് കേൾക്കുന്നത് ഇപ്പോൾ സാധാരണമാണ്. വാഴപ്പിണ്ടിയിൽ അയൺ ധാരാളമുള്ളത് കൊണ്ട് ഇത് കഴിക്കുന്നത് നല്ലതായിരിക്കും. വാഴപ്പിണ്ടി പെട്ടെന്ന് കളർ ചേഞ്ച് ആകും, അതുകൊണ്ട് മുറിച്ച ഉടനെ അതിനെ ഉപ്പ് ചേർത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം. മുഴുവൻ വാഴപ്പിണ്ടിയും നമുക്കിതുപോലെ മുറിച്ചെടുക്കാൻ സമയമെടുക്കുമെങ്കിലും ഇതിന്റെ ഗുണങ്ങൾ ഏറെയാണ്. മുഴുവൻ വാഴപ്പിണ്ടിയും മുറിച്ച് ഉപ്പ് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും കുറച്ചുകൂടി നാരുകൾ എടുത്തു മാറ്റേണ്ടതുണ്ട്. ഞാനിപ്പം 2 ഈർക്കലി നല്ലപോലെ കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇതിനൊന്ന് ചെറുതായി പൊട്ടിച്ച ശേഷം നമുക്ക് നാരുകൾ എടുക്കാം. പണ്ട് അമ്മമ്മമാർ മുളവേലിയിൽ നിന്നും ചെറിയൊരു വൈ ആകൃതിയിലുള്ള മുള പൊട്ടിച്ചുകൊണ്ട് വന്നാണ് ഈ പ്രോസസ് ചെയ്തിരുന്നത്. കുറച്ച് നാരൊക്കെ ഇതിൽ ചുറ്റി വന്നിട്ടുണ്ട്. നമുക്കിത് ഫോർക്ക് വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇങ്ങനെ നാരെടുത്ത് കളയുന്നത് കൊണ്ട് ഇതിൽ നിന്നും ഫൈബർ ഒന്നും അധികം നഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഫോർക്ക് വെച്ചൊന്നും കിട്ടുന്നില്ല. നമുക്ക് ഈർക്കലി വെച്ച് തന്നെ ഇതിൽ നിന്നും നാര് മുഴുവൻ എടുത്തു മാറ്റാം. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു 3 ടേബിൾ സ്പൂൺ അരി ഒന്ന് വറുത്തെടുക്കണം. നമ്മൾ ചോറുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിയില്ലേ, ആ അരിയാണ് എടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് വേണം വറുക്കാൻ. അപ്പോൾ അരി പൊരിഞ്ഞു വരും, അല്ലെങ്കിൽ അത് തരിച്ചു പോവാൻ സാധ്യതയുണ്ട്. ഇതൊന്ന് തണുത്ത ശേഷം തരുതരുപ്പായി പൊടിച്ചു കൊണ്ടുവരണം. ഫൈനായി പൊടിഞ്ഞു പോവരുത്. പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നോക്കൂ, ഇത്രയും തരുതരുപ്പായാണ് പൊടിച്ചിരിക്കുന്നത്. അടുത്ത പണി മുതിരയൊന്ന് വറുത്തെടുക്കലാണ്. മുതിര വറുത്തും വറുക്കാതെയും ഉപയോഗിക്കാം. മുതിര വറുത്ത് ഉപയോഗിക്കുമ്പോൾ അതിന് ഇത്തിരി മണം കൂടുന്നതായി തോന്നിയിട്ടുണ്ട്. 1/2 കപ്പ് മുതിരയെടുത്ത് നല്ലപോലെ കഴുകി അരിച്ച് കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു 4 വിസിലിന് വേവിച്ചെടുക്കാം. മുതിര നിങ്ങൾക്ക് കൂടുതലോ കുറവോ ഇടാം. മുതിര നല്ലപോലെ വെന്തിട്ടുണ്ട്. ആവശ്യത്തിന് വെന്തിട്ടില്ലെങ്കിൽ ഒരു വിസിലിന് കൂടെ വെക്കാം. ഇതിലേക്ക് നേരത്തെ മുറിച്ചു വെച്ച വാഴപ്പിണ്ടിയില്ലേ, അതിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കുക്കറിൽ ഒരു വിസിൽ വന്നാൽ ഓഫ് ചെയ്ത് വെക്കാം. കുക്കറിലെ പ്രഷറെല്ലാം പോയ ശേഷം നമുക്ക് താളിച്ചെടുക്കാം. അതിന് ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുമ്പോൾ ഒരു പിടി ചെറിയുള്ളി മുറിച്ചതും കുറച്ചധികം കറിവേപ്പിലയും 2 വറ്റൽമുളകും പൊട്ടിച്ചിട്ട് ഒന്ന് വഴറ്റാം. ഉള്ളിയുടെ കളറെല്ലാം മാറി വരുമ്പോൾ ഇതിലേക്ക് വേവിച്ചു വെച്ച മുതിരയും ഉണ്ണിത്തണ്ടും കൂടിയുള്ള കൂട്ട് ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ഇവിടെ വാഴപ്പിണ്ടിക്ക് ഉണ്ണിത്തണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ മുതിര പാലക്കാട്ടുകാർക്ക് കൊള്ളാണ്. ഒരു ഉപ്പേരി ഉണ്ടാക്കാൻ എന്തിനാ അരി വറുത്ത് പൊടിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സീക്രട്ട് ഇൻഗ്രീഡിയന്റ്. കറിയിലെ വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ അരി പൊടിച്ചത് കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അടിപൊളി ഉപ്പേരി ആയില്ലേ ഇത്? മുതിരയിടാതെ ഉണ്ണിത്തണ്ട് മാത്രം വേവിച്ച് അതിലേക്ക് അരി വറുത്ത് പൊടിച്ചത് കൊട്ടി അങ്ങനെയും ഒരു ഉപ്പേരി വെക്കാറുണ്ട്. അതിന് വേറൊരു ടേസ്റ്റാണ്. അരി വറുത്ത് പൊടിച്ചിടാതെയും ഉണ്ണിത്തണ്ടും കൊള്ളും ഉപ്പേരി ഉണ്ടാക്കാം. അതിന് വേറെ ടേസ്റ്റാണ്. അങ്ങനെ പലതരത്തിൽ വാഴപ്പിണ്ടി ഉപ്പേരി ഉണ്ടാക്കാം. വാഴപ്പിണ്ടി പരിപ്പും ചേർത്തുണ്ടാക്കിയ ഒരു റെസിപ്പി നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു വീഡിയോയുമായി വരാം. ബൈ.